പോകുന്ന വഴിയിലാണ് കേട്ടോ. ഇത് ലേറ്റായി, ഒരുപാട് ലേറ്റായി. പൊക്കോണ്ട് ഒരുപാട് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഇതാ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് പൊതുവെ റോഡിൽ തിരക്ക് കുറവാണ്. ഇവിടുത്തെ ടിഫിൻ സെൻ്ററാണത്. രാവിലെ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇവിടുത്തെ നമ്മുടെ പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളും. ഇവിടെ എല്ലാവരും രാവിലെ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞങ്ങളിവിടെ നിന്നാണ് ചക്ക വാങ്ങിക്കാറ്. ഇതാണ് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ കട. സാധാരണ ഈ സമയത്ത് അങ്ങനെ പുള്ളി വരാറില്ല, ലേറ്റായിട്ടേ വരാറുള്ളൂ. ഇപ്പോൾ ഇന്ന് നേരത്തെ, ഇന്ന് ആക്ച്വലി ഇവിടെ അവധിയല്ലേ, അതുകൊണ്ട് പുള്ളി നേരത്തെ വന്നു. പുള്ളിക്ക് കച്ചവടം കൂടുതൽ നടക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങൾ. ഇവിടെ ഉണ്ട് കേട്ടോ, 100 രൂപയ്ക്ക് 10 കിലോ ആണ് കുന്തിരിങ്ങ. പിന്നെ ഇതാ ഒരു അമ്മൂമ്മ ഇവിടെ ഇങ്ങനെ കയറി. അമ്മൂമ്മയല്ല കേട്ടോ, ഞാൻ ദൂരെ നോക്കിയപ്പോൾ വിചാരിച്ച അമ്മൂമ്മയല്ല. നമ്മുടെ ഇവിടെ ഇതാ എന്തോ മതിൽ പണിയോ റോഡ് പണിയോ അങ്ങനെ ഏതാണ്ട് സംഭവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടേക്കുവാണ്. ഇതാ ഇത് രണ്ടും ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ അപ്പുറത്ത് പോകുന്നത്. ഇതിനപ്പുറമാണ് നമ്മുടെ സ്കൂൾ ആക്ച്വലി. അവിടെയാണ് കേട്ടോ. അതിൽ ഉള്ളിലൂടെ ഒരു റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതാ എനിക്കിങ്ങനെ ചുറ്റിയിട്ട് ഇത്ര ചുറ്റി വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ ചുറ്റി വരുന്ന ഒരു പ്രശ്നമാണ്. അകത്തൂടെ നമുക്ക് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് റോഡുണ്ട്, ആ ഗേറ്റ് അവർ ഇതാക്കത്തില്ല, ഓപ്പൺ ആക്കത്തില്ല. നമ്മുടെ അകത്തുനിന്നേ ഉള്ള ഗേറ്റ് അത് ഓപ്പൺ ആക്കുമായിരുന്നെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു 3 മിനിറ്റൊക്കെ മതിയായിരുന്നു ഇവിടെ വരെ വരുന്നത്. ഇപ്പം ഞാൻ കറങ്ങിയിട്ടാണ് വരുന്നത്. പിന്നെ അത് അവിടെ ഇങ്ങനെ വേസ്റ്റെല്ലാം കൂടെ കൂട്ടിയിട്ട് കണ്ടോ, അവർ വേസ്റ്റെല്ലാം കൂടെ എടുക്കുവാണ്. പിന്നെ ഇവിടെ അത് തന്നെയാണ് കേട്ടോ. ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ അകത്തൂടെ ഇവർ ഓപ്പൺ ആക്കും ഗേറ്റ്, അതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ തുടങ്ങും എന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല, അതിന് വേണ്ടിയിട്ടാണോ ഇനി ഇതൊക്കെ എടുത്തിട്ടേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് പൊതുവെ കടകളൊക്കെ തുറന്നിട്ടില്ല, കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുള്ളൂ, അവധിയായത് കാരണം. ഈ റോഡും പണിയായിരുന്നു കേട്ടോ. ഈ റോഡ് പണിയെല്ലാം പിന്നെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോയ്ക്കകത്തിലുണ്ടായിരുന്നു റോഡ് പണികളെല്ലാം. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കേരള സ്റ്റോറ്, ഞാൻ സാധനം വാങ്ങിക്കുന്ന കേരള സ്റ്റോറ്. അപ്പോൾ ഞാനീ പോകുന്ന വഴിക്കാണേ, റോഡായിട്ടാണേ കേരള സ്റ്റോർ നടത്താണ് ബൈക്ക് അങ്ങോട്ട് പോയില്ല, തിരിഞ്ഞില്ല. അവിടെയാണ് നമ്മുടെ കേരള സ്റ്റോറ്. സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്ന ഈ പുള്ളിയുടെ കേട്ടോ. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത്. ടിഫിൻ സെൻ്ററാണ് കേട്ടോ. അവിടെ നല്ല സൂപ്പർ ഇഡ്ഡലി, ദോശ, പിന്നെ നമ്മുടെ വട, അതൊക്കെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൂ മേടിക്കാറ്.